الحمد لله نؤمن به ونتوكل عليه نستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أحبتي في الله أوصيكم بتقوى الله സ്നേഹാദരനായ സഹോദരന്മാരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പ്രാരംഭമായി അവരെ വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു. അതിൽ 7 ആകാശങ്ങൾ 7 ഉപരിലോകങ്ങൾ സൃഷ്ടിച്ചു. ഖുർആനിൽ നിരന്തരമായി ആവർത്തിക്കുന്ന പ്രയോഗം. 7-ാം ആകാശത്തിന് ഒരുപാട് പ്രത്യേകതകൾ നൽകി. ഈ ഗാലക്സിയിൽ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. അതിൽ ഭൂമി എന്ന ഗ്രഹത്തെ പടച്ചവൻ പ്രത്യേകമായി സൃഷ്ടിച്ചു. അതിൽ മക്ക എന്ന പ്രദേശത്തിന് അള്ളാഹു വല്ലാത്ത പ്രത്യേകം നൽകി. ഈ ലോകത്ത് ഒരുപാട് മാലാഖന്മാരുണ്ട്. ആ മാലാഖന്മാർക്ക് അള്ളാഹു സ്ഥാനം നൽകി. അതിൽ ഒന്നും കൂടി അള്ളാഹുവിൻ്റെ ഹബ്ബും ഖുസൂസിയത്തും നൽകി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹു ഈ ഭൂമിയിൽ കോടാനുകോടി മനുഷ്യരെ സൃഷ്ടിച്ചു. ആ മനുഷ്യരിൽ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലാത്ത ഹബ്ബും, തൻ്റെ പേരിൽ നിന്ന് ഹസാൻ ഇബ്നു സാബിത്ത് പറഞ്ഞ പോലെ ഹംദ് എന്ന പദത്തിൽ നിന്ന് മുറിച്ച് മുഹമ്മദ് എന്ന നാമം നൽകി, അല്ലെങ്കിൽ അഹ്മദ് എന്ന നാമം നൽകി ആ സ്നേഹം പടച്ചവൻ ഈ ലോകത്തോട് കാണിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു രാവും പകലും സൃഷ്ടിച്ചു. പകലിൽ ഒരുപാട് പകലുകൾ, 365 പകലുകളിൽ ഒരു വർഷത്തിൽ അറഫ എന്ന പകലിന് എല്ലാ പകലിനേക്കാളും പ്രത്യേകം നൽകി. അള്ളാഹു 365ഓളം രാവുകളെ സൃഷ്ടിച്ചു ഒരു വർഷത്തിൽ. അതിൽ 10 രാവുകൾ അൽ അശ്റുൽ അവാഖിറു മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 രാവുകൾക്ക് പ്രത്യേകം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രത്യേകതയെ സംബന്ധിച്ച് പറയുന്ന ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. وكان يجتهد في العشر الأواخر من رمضان ما لا يجتهد في غيره. ഈ 10ന്റെ പ്രത്യേകതയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
പരിശ്രമിക്കും. ഒരു കാലഘട്ടത്തിലും ഒരു ദിവസത്തിലും ഒരു പകലിലും ഒരു രാവിലും പരിശ്രമിക്കാത്ത രീതിയിൽ ആ പരിശ്രമം എന്താണെന്ന് പോലും അവിടെ പറഞ്ഞിട്ടില്ല. കാരണം അത്രയും വലിയതും വിശാലമായതും എന്നാൽ ആനന്ദം നൽകുന്നതുമായ പരിശ്രമത്തിൻ്റെ രാവുകളാണ് സഹോദരന്മാരെ. എത്ര രാവുകൾ നമ്മൾ ഉറക്കൊഴിക്കാറുണ്ട്. മകളുടെ കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങാറുണ്ടോ? വീട്ടിൽ കല്യാണങ്ങളുണ്ടെങ്കിൽ രാവുകളും പകലുകളും ഉറങ്ങാറുണ്ടോ? എങ്കിൽ അള്ളാഹുവിൻ്റെ വിളി കാത്തു നിൽക്കുന്ന നമ്മൾ കുറച്ച് ദിവസമെങ്കിലും ഹബീബിൻ്റെ സുന്നത്തിലേക്കൊന്ന് ജീവൻ നൽകിക്കൂടെ? വയുഹയ്യില്ലൈല, രാത്രിയെ ഈ രാവുകളിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിപ്പിച്ചിരുന്നു എന്ന് പറയുന്ന ആ വചനത്തെ നമുക്കൊന്ന് ജീവൻ നൽകിക്കൂടെ? ഒരുപാട് തന്ത്രജ്ഞാനികൾ ജീവിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് ബുദ്ധിമാന്മാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ഇവിടെ ബുദ്ധിമാന്മാരെന്ന് പറയുമ്പോൾ റമദാനിലെ ഈ രാവുകളെ ഈ പകലുകളെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. മൻ ദാന നഫ്സഹു, ദേഹേച്ഛയുടെ ആഗ്രഹങ്ങളെ, ദുരാഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ തൽക്കാലമൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തര ശേഷമുള്ള ജീവിതത്തിലേക്ക് അമൽ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ശ്രമം നാം നടത്തേണ്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. ചില അമലുകൾ മാത്രം പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, ഈ ദിവസമാണ് ലൈലത്തുൽ ഖദർ. നമുക്കറിയാം, ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ നൽകുന്നുണ്ട്. യുഖദ്ദറു വയുദീഖു ബിൽ മലായികതി ഫിൽ അർദ്, ഈ ഭൂമിയിൽ മലക്കുകളെ കൊണ്ട് തിങ്ങി നിൽക്കുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. അല്ല യുഖദ്ദിറു മഖാദിറ സമാവാതി വൽ അർദ്, യുഖദ്ദിറു വതുഖദ്ദറു മഖാദിറുൽ ഹയാതി, ജീവിതത്തിൻ്റെ കണക്കുകൾ നിർണയിക്കപ്പെടുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞതായാലും സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ, പ്രഭാതം വരെ സമാധാനം എന്ന പദത്തെ ഖുർആൻ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ, രണ്ടാമത് പറഞ്ഞാണെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു വർഷത്തെ നമ്മുടെ കണക്കുകളെ, നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം പടച്ചവൻ അത് ഖദർ ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ ലൈലത്തുൽ ഖദറിനെ ഉപയോഗപ്പെടുത്തുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലൈലത്തുൽ ഖദറിലേക്ക് നിങ്ങൾ ശ്രമം നടത്തണം. എങ്ങനെ? ആ ലൈലത്തുൽ ഖദർ നിങ്ങൾ അന്വേഷിക്കണം. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജാവിറു ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമദാന. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 യുജാവിറു എന്നാണ് ഹദീസ് പണ്ഡിതന്മാർ പറയുന്നത്. വകാന യഅ്തകിഫു എന്നാണ്. അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞിരിക്കുമായിരുന്നു. അള്ളാഹുവിന് വേണ്ടി മസ്ജിദുൽ ജാമിഅയിൽ അല്ലെങ്കിൽ സ്വലാത്തുൽ ജമാഅത്ത് നടക്കുന്ന പള്ളികളിൽ ഒഴിഞ്ഞിരിക്കുമായിരുന്നു. ഒന്നാമത്തെ അമൽ ഒഴിഞ്ഞിരിക്കലാണ്. യബ്ന ആദം തഫറഅ ഇബാദതി, മാദമിൻ്റെ പുത്ര, എനിക്ക് വേണ്ടി അല്പമൊന്ന് ഒഴിഞ്ഞിരിക്കൂ. അംലഉ സ്വദറക ഇല, നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം തരാം. അള്ളാഹു പറഞ്ഞതായിട്ട് ഇമാം അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന, തുർമുദി ഹസനാക്കിയ, അൽബാനി സഹീഹാക്കിയ ഹദീസാണ്. നിങ്ങൾ ഒഴിഞ്ഞിരിക്കുക എനിക്ക് വേണ്ടി. അംലഉ സ്വദറക ഇല, നിങ്ങളുടെ ഹൃദയത്തിൽ, നെഞ്ചിൽ ഞാൻ സന്തോഷം പകർന്നു തരാം. ആ ഒഴിഞ്ഞിരിക്കലാണ് യഥാർത്ഥത്തിൽ ഈ ഇഅ്തികാഫ് ഉദ്ദേശിക്കുന്നത്. ഇഅ്തികാഫ് നമ്മൾക്ക് പല ആളുകൾ ഡ്യൂട്ടിയുള്ള ആളുകളാണ്. എങ്ങനെ ഇഅ്തികാഫ് ഇരിക്കുക? സമയമില്ലല്ലോ, കഴിയില്ലല്ലോ. പിന്നെ ഒരു ദിവസമോ 2 ദിവസമോ 10 ദിവസം മുഴുവൻ ഇരിക്കാൻ കഴിയില്ലല്ലോ. ജീവിതത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളുണ്ടല്ലോ, നിർബന്ധമാണല്ലോ, ലീവ് കിട്ടൂലല്ലോ എന്നൊക്കെ എങ്ങനെ നമ്മൾ പറയുന്ന ആളുകളാണല്ലോ. ഇഅ്തികാഫ് വളരെ സിമ്പിളാണ്. നമ്മൾ ആലോചിച്ച് നിയത്ത് വെച്ച് കഴിഞ്ഞാൽ ഇമാം നവവി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് അൽ ഇഅ്തികാഫുൽ ജുസ്ഇ എന്ന് പറയുന്നത്. ഇമാം
അബൂ ഹനീഫ അല്ലാത്ത മദ്ഹബിന്റെ ബാക്കി 3 പണ്ഡിതന്മാരും ഇഅ്തികാഫിൽ ജുസ്ഇ എന്ന് പറയുന്ന ഭാഗം പറയുന്നുണ്ട്. പാർശ്വമായി ഇഅ്തികാഫ്, അല്പമൊന്നിരിക്കുക. ഇമാം നബവി അതിൽ വിശദീകരിക്കുന്നത് വളരെ കൃത്യമായിട്ടാണ്. ഖാല നബവി റഹ്മഹുല്ലാഹ് വഅമ്മാ അഖല്ലുൽ ഇഅ്തികാഫ് വസ്സഹീഹ്, അതായത് ഏറ്റവും ചുരുങ്ങിയ ഇഅ്തികാഫ് എന്ന് പറയുന്നതും നമുക്ക് അനുവദനീയമായതെന്ന് പറയുന്നതും അതായത് ഭൂരിപക്ഷം ആളുകൾ പറയുന്നതും ഒക്കെ പറഞ്ഞത് അന്നഹു യുഷ്തറതു ലുബ്സുൻ ഫിൽ മസ്ജിദി വഅന്നഹു യജൂസുൽ കസീറു മിൻഹു വൽ ഖലീൽ ഹത്ത അസ്സാഅ ഔ അൽ-ലഹ്ള. അതായത് പണ്ഡിതന്മാരൊക്കെ ഏകോപിച്ച അഭിപ്രായമാണ്, കുറച്ചു സമയമെങ്കിലും ഏറ്റവും ചുരുങ്ങിയതും 1 മണിക്കൂറെങ്കിലും പള്ളിയിൽ ഒഴിഞ്ഞിരുന്ന് സുന്നത്ത് നിസ്കരിച്ച് തഹ്ജ്ജുദ് നിസ്കരിച്ച് ഇഅ്തികാഫിൽ പ്രവേശിച്ചാൽ ഈ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം പടച്ചവൻ നമുക്ക് പ്രദാനം ചെയ്യും. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുമ്പോൾ, അശ്റുൽ അവാഖിർ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് അമലുകളാണ്. മറ്റൊരു അമലാണ് തൗബ ചെയ്യുക, അല്ലാഹുവിലേക്ക് മടങ്ങുക. വതൂബൂ ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളാണ് തൗബ ചെയ്യേണ്ടത്, കാഫിരീങ്ങളോടല്ല തൗബ ചെയ്യാൻ പറഞ്ഞത്. ഈമാനുള്ള ആളുകളോടാണ് തൗബ ചെയ്യാൻ പറഞ്ഞത്. വിശ്വാസികളെ ജീവിതത്തിൽ വിജയം വേണമോ തൗബ ചെയ്യണം. തൗബക്കപ്പുറമാണ് മഗ്ഫിറത്ത്, മഗ്ഫിറത്തിനപ്പുറമാണ് ജന്ന. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. മഗ്ഫിറത്തില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശമില്ല എന്നാണ് ഖുർആൻ അവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൗബയിലേക്ക് നമ്മൾ അടുക്കുക. എന്താണ് തൗബ? തൗബ എന്ന് പറയുന്നത് പ്രധാനമായി 3 ഷർത്തുകളിലാണ്. നമ്മളൊക്കെ തെറ്റിയിട്ടുണ്ടാവുമല്ലോ, അറിഞ്ഞും അറിയാതെയും, പടച്ചവനുമായിട്ടും പടപ്പുകളുമായിട്ടാണെങ്കിൽ 4 ഷർത്തുകൾ. ആളുകളോട് ചെയ്ത് തെറ്റാണെങ്കിൽ ആദ്യം ആരോടാണോ ചെയ്ത തെറ്റ് ആ തെറ്റ് മാപ്പ് ചോദിച്ചു വരിക. രണ്ടാമത് അൽ ഇഖ്ലാഉ അനിൽ ദംബി, ആ പാപത്തിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുക. മൂന്നാമത് അന്നദം, ഖേദിക്കുക. അലാമാ ഫഅല, പ്രവർത്തിച്ചതിൽ അല്ലാത്ത ഖേദം രേഖപ്പെടുത്തുക. നാലാമത് അൽ അസ്മു അലാ അല്ലാ യഊദ ഇലൈഹി, ഉറപ്പിക്കുക മനസ്സിൽ, പടച്ചവനെ ഇനി ആ തെറ്റുണ്ടല്ല ഞാൻ ചെയ്തത്, ഇന്ന ദിവസം, ഇന്ന രാത്രി, ഇന്ന പകൽ, ഇന്ന മാസം ഞാൻ ചെയ്ത തെറ്റുണ്ടല്ലോ, അതിലേക്ക് മടങ്ങുകയില്ല എന്ന് തെറ്റ് ചെയ്യുക. ഈ ഒരു തീരുമാനമുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഏകാന്തമായിരുന്ന് ഇരുട്ടുകളിലിരുന്ന് പടച്ചവനോട് ഏറ്റുപറഞ്ഞ് ഈ തെറ്റിനെ പടച്ചവന് മുമ്പിൽ സമർപ്പിക്കുമ്പോഴാണ് ഈ അവസാനത്തെ 10 സംശുദ്ധമായി നമുക്ക് രൂപപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ 10 കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أحبتي في الله أوصيكم بتقوى الله. محترم حضور भाइयों, जिंदगी में कभी नहीं मिलेगा ऐसा फुर्सत. अभी मिल चुका है ये फुर्सत, अगर न सोचो ऐसी दिनों और रातों आएगा न आएगा, हमारा साथ नहीं है, इनका तकदीर परवरदिगार के साथ है. इसलिए करार रखो दिल पर, चलो आपकी बदन इस करार पर. क्या करार लेना ये आखिरी अय्याम पर. गुनाह किया होगा हम, बिल्कुल किया होगा. जो गुनाह हमें मालूम, जो गुनाह हमें नहीं मालूम, तो होगा हम आदम की बच्चों, बिल्कुल गुनाह किया होगा. पुकारो अल्लाह के साथ, अल्लाह के सामने जाके बैठ के. इसको कहते हैं कि इत्तिकाफ.
یہ زندگی پر، یہ سفر پر بہت لذت کو ہم تلذت کیا ہے، بہت میٹھوں کو ہم کھا لیا ہے اور دل پر رکھ دیا ہے۔ یہ کھا لو یہ میٹھا، یہ دل پر رکھو یہ میٹھا، یہی ہے اعتکاف۔ یہ پروردگار سے محادثت کرنے کے لیے یہ فرصت ہے۔ اکیلا پر اندھیرا پر اللہ کے سامنے بیٹھ کر اپنا گناہوں کو یہ معاف مانگو۔ بالکل جب گناہوں آپ کے دل سے اور من سے نکل جاتے تو ادھر اللہ کی طرف سے روشنی بن جاتے دل پر۔ جو دل پر اللہ کی ایمان پر روشنی ہو گیا وہ بالکل جدھر ہے روشنی وہ ان کے ساتھ جائے گا۔ اللہ نور السماوات والارض، یہ سب سے بڑی روشنی خدا ہے، اللہ ہے۔ کہ بھائیوں، یہ ایام پر، یہ دن پر ہم یہ بھی کرنا ہے کہ ہمارا جو ہو گیا والا ہمارا دوستوں سے، ہمارا خاندان سے، باپ ماں سے اگر وہ زندہ ہے ان کے ساتھ جانا، نہیں تو فون کر کے ان کو بتانا جو ہو گیا میرے کو معاف دیجیے۔ اگر وہ لوگ مر گیا تو اللہ کے ساتھ ہے۔ اس لیے جس سے جھگڑا ہو گیا، جس شخص کو ہم سے برا ہو گیا، تو زندگی کا آخری انفاس آنے کے پہلے ان کی معاف مانگو۔ یہی ہے مومن کی طریقہ۔ اور ابن قیم نے بولا ہے کہ جب ہمارا دل طاہر ہو گیا تو ہم اوپر ہو گیا، جب ہم اوپر ہو گیا تو ہمارا دل پر اشتاق اور شوق ہو گیا، جب ہمارا دل پر اندر شوق ہو گیا اللہ کی طرف تو ان کا معلوم پڑا یہی ہے اصلی زندگی، آنے والا زندگی۔ جب یہ علم کا معلوم پڑا تو وہ اجتہاد کرے گا، جب اجتہاد کرتے تو ان کا راستہ اللہ تعالیٰ نے سیدھا بنا جائے گا۔ تو صرف جنت میں جانے والوں آدمیوں ایسا لوگ ہیں۔ اللہ تعالیٰ نے ہمیں اچھا کام کرنے کے لیے اور گناہوں سے نکلنے کے لیے، دل صاف کرنے کے لیے فرما دو۔ സഹോദരന്മാരെ, അള്ളാഹു നമ്മെ അമലുകൾ ചെയ്യുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസാനത്തെ പത്തിലെ പ്രധാനമായ അമലുകളാണ് കൂടി നാം ആലോചിക്കുക. ഫിത്ർ സക്കാത്ത് ഔഖാഫ് നിയമാക്കിയിരിക്കുന്നത് ഒരു കേടിയാണ്. ഒരു കേടി അടുത്ത ആഴ്ച അതോടുകൂടി നമ്മൾ പെരുന്നാളിൻ്റെ മുമ്പ് തന്നെ അത് പണ്ഡിതന്മാരെ എത്രയും നേരത്തെ നൽകുന്നത് വിതരണത്തിനും എളുപ്പമാണ് തന്നെ നമ്മൾ ആ പണം നൽകുക. ഭായിയും ज़रूरी है, वाजिब है हर एक शख्स पर, जो बच्चा और औरत और बैठने वालों और चलने वालों, काम करने वालों, न करने वालों, उसके पर वाजिब है एक दिनार ये फितर ज़कात देना। ये रोज़ा में जो कुछ हो गया ये गुनाहों को साफ़ करने के लिए तरीका है। अगला हफ्ता में इंशाअल्लाह ये कलेक्शन कर रहा है, आप लोग को याद करवा रहा हूँ। اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنا نسألك الفردوس الأعلى يا رب العالمين. أدخلنا الفردوس الأعلى يا رب العالمين. أدخلنا الفردوس الأعلى يا رب العالمين. اللهم اجعل هذا الشهر شاهدا لنا لا شاهدا علينا، واجعل هذا حجة لنا لا حجة علينا. اللهم اجعل القرآن ربيع قلوبنا، واجعل هذا شاهدا لنا لا شاهدا علينا يا رب العالمين.
يا غافر الذنب يا غافر الذنب ويا قابل التوب اغفر لنا ذنوبنا ولآبائنا ولأمهاتنا ولأساتذتنا ولمشايخنا يا غافر المذنبين يا غياث المغيثين ويا ناصر المؤمنين ويا ناصر المرابطين ويا ناصر المكروبين ويا ناصر المستضعفين ويا ناصر المجاهدين اللهم انصر إخواننا في فلسطين يا رب العالمين اللهم عليك بأعدائنا وأعدائك وأعداء الدين يا رب العالمين اللهم أرنا بهذه الأيام الطيبة عجائب قدرتك في أعدائنا يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين.